നെയ്യാറ്റിൻകരയിൽ അച്ഛനോടൊപ്പം കളിക്കുന്നതിനിടയിൽ നിലത്തു വീണ 4 വയസ്സുകാരൻ മരിച്ചു. അച്ഛൻ എങ്ങനെ താങ്ങുമല്ലേ ആ അമ്മയും. റജിൻ ധന്യ ദമ്പതികളുടെ മകൻ ഇമാനാണ് മരിച്ചത്. കളിപ്പാട്ടക്കാറിൽ കാലു കുടുങ്ങി നിലത്തു വീണായിരുന്നു അപകടം. ഗോപാൽ ശിലാസനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോപാൽ, വളരെ വേദനിപ്പിക്കുന്ന, നെഞ്ചു പൊട്ടിപ്പോകുന്നൊരു വാർത്തയാണിത്. എന്താ സംഭവിച്ചത് ഗോപാൽ? അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങേയറ്റം വേദനാജനകമായ ഒരു വാർത്ത. ഒരു അച്ഛനോടൊപ്പം കളിക്കുകയായിരുന്ന കുഞ്ഞ്, അതും 4 വയസ്സുള്ളൊരു പൊടിക്കുഞ്ഞ് ഇത്തരത്തിൽ ഒരു അപകടത്തിൽ മരണപ്പെട്ടു എന്നതാണ്. ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. അച്ഛനോടൊപ്പം കളിപ്പാട്ടക്കാറിൽ നിന്ന് കളിക്കുകയായിരുന്നു ഈ കുഞ്ഞ്. ഈ കളിപ്പാട്ടക്കാറിൽ നിന്ന് കളിക്കുന്നതിനിടെ ആ കാറിൽ കാല് കുടുങ്ങുകയും കുഞ്ഞ് നിലത്തേക്ക് വീഴുകയുമായിരുന്നു. ആ വീഴ്ചയിൽ കുഞ്ഞിൻ്റെ തല നിലത്ത് ശക്തിയായി ഇടിച്ചു. അപ്പോൾ തന്നെ ഗുരുതരമായ ഒരു പരിക്കും കുഞ്ഞിൻ്റെ ബോധം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്തതോടെ അപ്പോൾ തന്നെ SIT ആശുപത്രിയിലേക്ക് കുട്ടിയെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴെങ്കിലും അടിയന്തരമായൊരു ശസ്ത്രക്രിയ നടത്തി ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തുവെന്ന് SIT ഡോക്ടർമാർ അറിയിച്ചു. പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് ആ ജീവൻ പിടിച്ചു നിർത്താൻ ആ ഡോക്ടർമാർക്കും സാധിച്ചില്ല. ഇന്നലെ രാത്രിയോടുകൂടി നെയ്യാറ്റിൻകര മണലുവിള സ്വദേശികളായ റിജിൻ ധന്യ ദമ്പതികളുടെ മകനായ 4 വയസ്സുകാരൻ ഇമാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. അത്യന്തം, അതായത് ഒരു അച്ഛനോടൊപ്പം കളിക്കുകയായിരുന്ന ഏറ്റവും സന്തോഷം നിന്നിരുന്ന, അല്ലെങ്കിൽ ആനന്ദിച്ചു കൊണ്ടിരുന്ന ഒരു നിമിഷത്തിലാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് ഒരു ദുരന്തം ആ കുടുംബത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ആ കുഞ്ഞിൻ്റെ മൃതദേഹം SIT ആശുപത്രിയിലാണുള്ളത്. മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് രാവിലെയോടുകൂടി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വല്ലാത്ത ഒരു സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. ഈ ചെറിയ ടോയ് കാർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ റിമോട്ട് വെച്ച് ഓടുന്ന കാറായിരിക്കുമല്ലോ, അതായത് വണ്ടി ഇരുന്ന് ഓടിക്കുന്ന കാർ, അതായത് ബാറ്ററി വെച്ച് ഓടുന്ന കാറ്. ആ കാറിലാണോ കാല് കുടുങ്ങിയത്? ആ കാര്യത്തിലൊരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. കാരണം ആ കുഞ്ഞ് അകത്ത് കാറിനുള്ളിൽ ഇരുന്ന് ഓടിക്കുന്ന തരത്തിലേക്കുള്ള വലിയ കാറാണോ അതോ ഈ കാറിൽ ചവിട്ടി തന്നെ വീണതാണോ എന്ന കാര്യത്തിൽ നമുക്ക് പ്രാഥമിക വിവരങ്ങൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ഈ അപകടം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അതെ, തലയ്ക്കാണ് സാരമായ പരിക്ക് പറ്റിയത്. അടിയന്തര ശസ്ത്രക്രിയ ഇന്നലെ നടത്തിയതും തലയ്ക്ക് തന്നെയായിരുന്നു. ഇന്നലെ തന്നെ കൊണ്ടെത്തിച്ചപ്പോൾ തന്നെ പരിക്ക് ഗുരുതരമാണ്, ജീവൻ അപകടമുണ്ട് എന്ന് കണ്ടെത്തി. അപ്പോൾ തന്നെ ഒരു ശസ്ത്രക്രിയ നടത്തിയിരുന്നു. പക്ഷേ രക്തസ്രാവം അടക്കമുള്ള പ്രശ്നങ്ങൾ മൂലം ആ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു എന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. സങ്കടപ്പെടുത്തുന്നൊരു വാർത്തയാണ്.